നമുക്കിവിടെ UK ഇതാ ഇപ്പം സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ വിൻ്ററിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ഇച്ചിരി സൈഡോട്ട് മാറ്റി വെച്ചു. അതിപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഡ്രസ്സാണെങ്കിലും നമ്മുടെ ഷൂസ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും വീട്ടിലെ ബാക്കി ഹോം ഡെക്കേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ മാറ്റി സ്പ്രിങ്ങിൽ അല്ലെങ്കിൽ സമ്മറിലോട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത് ടെമു എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ അവിടെ നമുക്ക് ചീപ്പായിട്ട് സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും. വലിയ ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാകില്ല, പക്ഷെ ചിലതിന് ക്വാളിറ്റി ഉണ്ടാവും താനും. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം 2-3 പ്രാവശ്യമായിട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അതിൽ ഒരു പാക്ക് എന്ന് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം എന്നൊക്കെയാണ് അതിലുള്ളതെന്ന്. ഇതൊരു ലഞ്ച് ബാഗാണ് കേട്ടോ. അതായത് നമ്മളിപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിലും ലഞ്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ബാഗിലാക്കിയിട്ടാണ് കൊണ്ടുപോകാറ്. അപ്പം നമുക്ക് സ്റ്റോർ ചെയ്യാനാണ് എളുപ്പമുണ്ടാവും, കൊണ്ടുപോകാനാണ് എളുപ്പമുണ്ടാവും. കാരണം നമ്മുടെ ബാഗിലോട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബാഗിൽ ഡയറക്റ്റ് വെക്കാറില്ല. ഞാൻ ചിലപ്പം എനിക്ക് ഇച്ചിരി വലിയൊരു ബാഗാണെങ്കിൽ ഞാൻ ഈ ബാഗിൽ വെച്ച് പിന്നെ എൻ്റെ ബാഗിലോട്ട് വെക്കും. അപ്പം നമ്മുടെ ഫുഡ് കാര്യങ്ങളൊന്നും നമ്മുടെ ബാഗിലോട്ട് വരികയില്ല. അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ. ഞാൻ ഇങ്ങനെയുള്ളൊരു ബാഗ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ പോയി, അതുകൊണ്ട് ഞാൻ മേടിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. പിന്നെ ഒരു 2 ട്രൗസേഴ്സ് മേടിച്ചു, നമുക്ക് വീട്ടിലിടാൻ വേണ്ടിയുള്ളത്. ഇത് ചീപ്പായിട്ടായിരുന്നു കിട്ടിയത്. എൻ്റെ എമൗണ്ട് ഓർക്കുന്നില്ല, എനിക്ക് 7 പൗണ്ടോ 6 പൗണ്ട് അങ്ങനെ എങ്ങാണ്ടായിരുന്നു കിട്ടിയത് 2 എണ്ണം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പാൻറ്റാണ്. നമുക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ ഇടാൻ തോന്നും. പിന്നെ ഞാനൊരു ഡീഐസർ മേടിച്ചായിരുന്നു ഫ്രിഡ്ജിൻ്റെ. പക്ഷേ ഇത് ഞാൻ കണ്ട സൈസിലല്ല സാധനം എത്തിയേക്കുന്നത്. കാരണം ഫ്രീസറിൽ പെട്ടെന്ന് ഐസ് പിടിച്ചു പോകുന്നു. ഇത്രയും ചെറുതാണ് വന്നപ്പം. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി വലുതായിരുന്നു സാധനം എന്ന്. പക്ഷേ അല്ല. അങ്ങനെ അതിൻ്റെ ഒരു സ്ക്രൈപ്പ് ചെയ്യുന്ന സംഭവം. ഞാനിങ്ങനെ കുറേ പ്രൊഡക്ട്സ് കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ സൈസിലായിരിക്കല്ല വരുന്നത്. പിന്നെ ഓക്കെ, ഗ്ലൗസ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. സാധാരണ ഒരു ബോക്സിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ഇതൊരു 50 pairs ഓഫ് ഗ്ലൗസ് ആണ്. നമ്മൾ കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാം, കുക്കിങ്ങിൽ യൂസ് ചെയ്യാം, ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം, അങ്ങനെ എല്ലാമായിട്ട്. അപ്പം അതിൻ്റെ ഒരു 50 pairs വാങ്ങിയതാണ്. പിന്നെ ഇത് ഞാൻ വളരെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് മേടിച്ചൊരു സാധനമാണ്. ഇതിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണോ എന്ന് വന്നാലേ അറിയത്തുള്ളൂ, നോക്കിയാലേ അറിയത്തുള്ളൂ. ഇത് ഒരു ഫോൺ സ്റ്റാൻഡാണ് ശരിക്കും. അപ്പോൾ ഇതിങ്ങനെയല്ലല്ലോ വരേണ്ടത്. ഇത് ശരിക്കും ഒരു ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ. അതായത് ഓക്കെ, നോ ഗോട്ട് ഇറ്റ്. ഞാനും വിചാരിച്ചെന്താ മനസ്സിലാകുന്നത്. അതായത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ്, ചെറിയ സ്റ്റാൻഡാണിത്. അപ്പം ഫോൺ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവോ അല്ലെങ്കിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ചെയ്യാം. നോക്കണം ഇത് കഴിഞ്ഞിട്ട്. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡ് മറിഞ്ഞു വീഴുവോ അതോ അവിടെ ഇരുന്നോളൂ എന്ന്. പിന്നെ ഒരു ചെറിയ ഹെയർ ബ്രഷ് കുട്ടികൾക്ക് വേണ്ടി മേടിച്ചാണ് കേട്ടോ. ഹെയർ ബ്രഷിൻ്റെ ഇതെല്ലാം കൂടെ ഓക്കെ ഒരു ഹലോ കിറ്റി ഹെയർ ബ്രഷ്. പിന്നെ ഇതൊന്നേ ഉള്ളൂ.
എന്താണ്, ഒരു ബുക്ക് മാർക്കറാണ് കേട്ടോ. അതായത് നമ്മളിപ്പം രണ്ടെണ്ണമുണ്ട്, എന്തെങ്കിലും വായിക്കാനോ അങ്ങനെയൊക്കെ ബുക്ക് മാർക്കർ ഇല്ലേ, ഏത് പേജിലാന്നുള്ളത് വെക്കാൻ വേണ്ടിയുള്ള. നമ്മളിങ്ങനെ ചെയ്യുന്നു, ഏത് പേജിലാന്നുള്ളത് ഇപ്പോൾ ആ പേജിൽ ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് ടൈം ഇത് നമുക്ക് മുകളിൽ നിന്ന് കാണാം. ഇതൊരു ഒത്തിരി ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സാധനം കൂടിയാണ്. പിന്നെ എനിക്ക് സ്ലിപ്പേഴ്സ്, ഇതിപ്പം വിൻ്ററിൻ്റെ സീസൺ അല്ലെങ്കിലും എനിക്കൊരു ഇങ്ങനത്തെ ഇച്ചിരി ഒരു കോസി ടൈപ്പ് സാധനങ്ങളാണ് വീടിൻ്റെ ഉള്ളിലിടാൻ ഇഷ്ടം. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ലിപ്പേഴ്സ് ഇത് വീടിൻ്റെ ഉള്ളിലിടുന്നതാണ് കേട്ടോ. പിന്നെ ഹന്നൂൻ്റെ സ്ലിപ്പേഴ്സ് എത്തിയിട്ടുള്ളൂ. മാളുട്ടിയുടെ സ്ലിപ്പേഴ്സ് ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വരുന്നതേ ഉള്ളൂ. സെയിം ഇത് ഹന്നൂൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് പിങ്ക് കളർ. പിങ്ക് ആൻഡ് റെഡ് ആണ് ഹന്നൂൻ്റെ ഫേവറേറ്റ്സ്. സോ ഹന്നൂൻ്റെ പിങ്ക് എത്തിയിട്ടുണ്ട്. മാളൂട്ടിയുടെ ഫേവറേറ്റ് കളേഴ്സ് ബ്ലൂ ആൻഡ് പർപ്പിൾ ആണ്. അപ്പോൾ മാളൂട്ടിയുടെ പർപ്പിൾ സ്ലിപ്പേഴ്സ് വരുന്നതേ ഉള്ളൂ. ഏതായാലും ഇന്നിത് ഹന്നൂന് ഞാൻ കൊടുക്കുന്നില്ല. കൊടുത്താൽ മാളൂട്ടിക്ക് വിഷമാവും. അതുകൊണ്ട് മാളൂട്ടി കൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. എത്തിയല്ലോ. ഇതിൻ്റെ ഒരു ബാഗാണ് കേട്ടോ. എനിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനുള്ള ബാഗ്. ഇത് അത്യാവശ്യം ഞാൻ വിചാരിച്ച വലുപ്പത്തിൽ ഞാൻ കാരണം ഇതിൻ്റെ സൈസ് ഞാൻ നോക്കിയായിരുന്നു. ഞാൻ മെഷർമെൻ്റൊക്കെ എടുത്ത് നോക്കിയിട്ടാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഈ വള്ളി കുറച്ചും കൂടെ വൃത്തിയാക്കാനുണ്ട്. എന്നാലും ഇത് അത്യാവശ്യം ഒരു വലിയ ബാഗാണ് കേട്ടോ. എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ കാണിച്ച നമ്മുടെ ലഞ്ച് ബാഗ് പോലും വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ബാക്കി നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇനിയിപ്പോൾ ലഞ്ച് ബാഗ് ആയി പിടിക്കാനും നന്നായിട്ട് സാധനങ്ങൾ കൊള്ളും. ഡ്യൂട്ടിക്ക് പോകുന്ന പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ ഈ ലഞ്ച് ബാഗിൻ്റെ കൂടെ നമ്മുടെ ഏതൊരു ജ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബോട്ടിലോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് ഇനഫ് ഐ ബിലീവ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ എൻ്റെ പാക്കിൽ കിട്ടിയിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു 2 ഇല്ല 1 ഉള്ളൂ. കാരണം 3 പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്ത് 2 മിക്സായിട്ട് ഇതിൽ വന്നെന്ന് തോന്നുന്നു. ഇനി ഒരു പാക്കും കൂടെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടെമു ഓർഡർ. ചില അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.